പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ ഒരു സാധാരണ കാർഷിക കൂട്ടുകുടുംബത്തിൽ ജനിച്ച് വളർന്ന ഞാൻ ഒരു റാന്നി എവിനൻസ് ഹൈസ്കൂളിലെ ഒരു അധ്യാപകന്റെയും ഒരു വീട്ടമ്മയുടെയും മകളായിട്ട് ജനിച്ചു. എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം സാധാരണ സ്കൂളിലായിരുന്നു. ആ സമയത്ത് കാർഷിക കുടുംബമായിരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ജോലികളൊക്കെയും ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ജോലികളൊക്കെയും ചെയ്യുവാൻ എനിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ആ ജോലികളുടെ ഇടയിൽ തന്നെ ഒരു വലിയ കുഴപ്പമില്ലാതെ പഠിക്കുവാനും 10ാം ക്ലാസ് നല്ല മാർക്കോടുകൂടി വിജയിയാകുവാനും സാധിച്ചു. തുടർന്ന് കേരളത്തിലെ പ്രശസ്തമായ ഒരു ജൂനിയർ വിമൻസ് കോളേജിൽ എന്നെ പഠിപ്പിക്കാനായിട്ട് ചേർത്തു. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ എനിക്ക് തുടർന്ന് അവിടെ പഠിക്കുവാനായിട്ട് എന്റെ ഗൃഹാതുരത്വം എന്നെ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ പഠനം പൂർത്തിയാക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരികയും അതെനിക്ക് പിന്നീട് ഒരു വളരെ വിഷമത്തിന് ഇടയാകുകയും ചെയ്തു. കാരണം അന്ന് പ്രീ ഡിഗ്രി എന്നെ പഠിപ്പിച്ച സിസ്റ്റർ മേഴ്സി എന്നോട് പറഞ്ഞിരുന്നു, നീ ഇപ്പോൾ നിന്റെ പഠനം പൂർത്തിയാക്കി നീ ഇവിടെ നിന്ന് പോകരുത്. നീ ഇപ്പം ഇവിടുന്ന് പോയാൽ നീ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. കാരണം ഇതൊരു ജൂനിയർ കോളേജാണ്. 3 വർഷം നീ ഇവിടുന്ന് ഡിഗ്രി കണക്കെടുത്ത് നിന്ന് പഠിക്കുകയും തുടർന്ന് PG ഇവിടെ പഠിച്ചിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോയാൽ നീ BEd പഠിച്ച് നിനക്കൊരു അധ്യാപികയായിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് നമ്മളുടെ പഴഞ്ചൊല്ലിൽ പറയുന്നത് പോലെ മൂത്തവർ ചെല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നീട് മധുരിക്കും എന്ന് പറഞ്ഞ അതേ കാര്യം ഇപ്പോൾ ഞാൻ ഓർക്കുകയാണ്. കാരണം അന്ന് പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കിയ മാത്സ് എടുത്ത് പഠിച്ച ഞാന് തുടർന്ന് BComന് വന്നു ചേരുകയും പ്രൈവറ്റായിട്ട് BCom പഠിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ തന്നെ കൊച്ചു കുട്ടികൾക്ക് ട്യൂഷൻ ക്ലാസ് എടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. പക്ഷെ എന്റെ പിതാവിന് ഞാൻ BComന് ചേർന്നത് ഒട്ടും ഇഷ്ടമായില്ല. ഒരു പെൺകുട്ടികൾക്ക് അവരുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ഒരു ജോലിയാണ്. അപ്പൊ ആ ജോലിക്ക് ലഭിക്കത്തക്കവണ്ണം ഒരുപാട് ബുദ്ധിമുട്ടും അന്നത്തെ കാലത്ത് ബുദ്ധിമുട്ടില്ല എന്നുള്ളൊരു തോന്നലിൽ എന്നെ തുടർന്ന് 1 വർഷം BCom പഠിച്ച എന്നെ TTCക്ക് ചേർക്കുകയും AMM TTI മാരാമണ്ണിൽ ഞാൻ 2 വർഷം പഠിക്കുകയും ചെയ്തു. യാതൊരു താല്പര്യവും ഇല്ലാതെയാണ് ഞാൻ TTCക്ക് ചേർന്നത്. എന്നാൽ 2 വർഷം കഴിഞ്ഞതിന് ശേഷം വളരെ വിഷമത്തോടുകൂടി ഞാൻ ആ BCom പഠനം കളഞ്ഞിട്ട് BAക്ക് ചേർന്നു. BAക്ക് പ്രൈവറ്റായിട്ട് പഠിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ തന്നെ കൊച്ചു കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയും പഠനത്തിനുള്ള ഫീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അത് വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ എനിക്ക് തുടർന്ന് അധ്യാപനം എന്നുള്ളൊരു മേഖലയിലേക്ക് മനസ്സിനെ പാകപ്പെടുത്തുവാൻ സാധിച്ചു. 3 വർഷം ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ വെണ്ണിക്കുളം സബ് ജില്ലയിൽ കോറ്റാത്തൂർ LPG സ്കൂളിൽ 1997 ജൂൺ 2-ാം തീയതി ഞാൻ എന്റെ ഔദ്യോഗിക ജീവിതം LPSA ആയി ആരംഭിച്ചു. അന്ന് മുതൽ തന്നെ എന്റെ സർവ്വതും എന്റെ സ്കൂൾ തന്നെ ആയിരുന്നു. സ്കൂളിന്റെ ഉന്നമനത്തിന് വേണ്ടി എന്നാലാകുന്നത് ചെയ്യുവാനായിട്ട് സാധിച്ചു. അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ രക്ഷിതാക്കൾക്കും വേണ്ട കൈത്താങ്ങുകൾ ചെയ്യുവാൻ എന്നെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുകയും അവരുടെ എല്ലാ കലാകായിക മേളകളിലും എല്ലാം പങ്കെടുപ്പിക്കാനായിട്ട് എന്നാലാവുന്ന തരത്തിൽ അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുവാനായിട്ടും സാധിച്ചു. അങ്ങനെ തുടർന്ന് ഞാൻ നമ്മുടെ സ്കൂളിന്റെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്നോടുകൂടി ഞാൻ പഠിപ്പിച്ച ചില പൂർവ്വ വിദ്യാർത്ഥികൾ ചേരുകയും അവർക്ക് ഇവിടെ നിന്ന് കിട്ടിയ പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പഠനത്തിൽ മുന്നോട്ട് പോയി അവരൊരു അധ്യാപന ജീവിതം തുടങ്ങുവാനായിട്ട് അവർക്ക് സാധിച്ചു. അവര് ഇപ്പോൾ തങ്ങളുടെ ഭാവി അധ്യാപനത്തിലൂടെ അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അന്നു മുതൽ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ കുട്ടികളെയും അവർക്ക് പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും അവരുടെ ഭാവി കരുപ്പിടിപ്പിക്കാനായിട്ട് അവർക്കൊരു ജോലി അത്യാവശ്യമാണ്. അതിനുവേണ്ട പ്രോത്സാഹനം നൽകുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ അഭിമാനകരമായി ഞാൻ ഓർക്കുന്നു. ഞാൻ പഠിപ്പിച്ച പല കുട്ടികളും കേരളത്തിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നു. ഇപ്പോഴുള്ള കുട്ടികളെ തന്നെ അവരുടെ വേണ്ട പ്രചോദനം നൽകുവാനും പഠനത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയി അവരുടെ ഭാവിയിൽ ഒരു നല്ല ജോലി അവരുടെ പെൺകുട്ടികൾക്ക് അവർക്ക് എപ്പോഴും അവരുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം ഒരു ജോലിയാണ്. ആ ജോലി ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം കാലിൽ നിൽക്കുവാനും ആരും അവരെ പരാജയപ്പെടുത്തുകയില്ല. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു പരാജയം സംഭവിക്കാൻ ഇടയാകില്ല. ആ രീതിയിൽ വേണ്ട പ്രോത്സാഹനം നൽകുവാനായിട്ട് ഇന്നും എനിക്ക് സാധിക്കുന്നു. അത് വളരെ സന്തോഷകരമാണ്. എന്റെ ജോലിയിൽ എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. എല്ലാവരോടുമുള്ള നന്ദി ഞാൻ